അപ്രതീക്ഷിത മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലും വകുപ്പുകളുടെ കാര്യത്തിലുണ്ടായില്ല. രണ്ടാം മോദി സർക്കാരിലെ പ്രധാനികൾക്കെല്ലാം ഇത്തവണത്തെ NDA സർക്കാരിൽ പഴയ വകുപ്പുകൾ തുടരാൻ പറ്റി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ കൃഷിയും കർഷകക്ഷേമവും ഗ്രാമവികസനവുമാണ് ശിവരാജ് സിംഗ് ചൗഹാന് നൽകിയത്. മനോഹർലാൽ ഖട്ടറിന് ഊർജവും നഗരവികസനവും. BJP അധ്യക്ഷൻ JP നഡ്ഡ ആരോഗ്യ വകുപ്പുമായാണ് മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നത്. അശ്വിനി വൈഷ്ണവിന് കഴിഞ്ഞ തവണത്തെ റെയിൽവേക്കും IT-ക്കും പുറമെ I&B മിനിസ്ട്രി കൂടി ലഭിച്ചു. കേരളത്തിലെ ജനങ്ങൾക്കായി ഏറെ ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളാണ് ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ലഭിച്ചതെന്ന് സംസ്ഥാന BJP നേതൃത്വം അവകാശപ്പെടുന്നു. കേന്ദ്ര സർക്കാരിന് ന്യൂനപക്ഷങ്ങളുമായി പ്രശ്നങ്ങളില്ലെന്ന് തെളിഞ്ഞുവെന്ന് ജോർജ് കുര്യൻ. കേന്ദ്ര സർക്കാരുമായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ നിരീക്ഷിക്കുന്നവർക്ക്, ചില പൊട്ടലും ചീറ്റലും ഒക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് റിസൾട്ട് വന്നതിന് ശേഷം മനസ്സിലാക്കുന്നത്. സഖ്യപാർട്ടികൾക്കും മെച്ചപ്പെട്ട വകുപ്പുകൾ നൽകി. JDS നേതാവ് HD കുമാരസ്വാമിക്ക് വൻകിട വ്യവസായവും ഒരുക്കും. HAM നേതാവ് ജിതിൻ റാം മാഞ്ചി MSME മന്ത്രി. LJPയിലെ ചിരാഗ് പസ്വാൻ ഇനി ഭക്ഷ്യ സംസ്കരണ മന്ത്രി. JDU നേതാവ് ലലൻ സിംഗിന് പഞ്ചായത്തി രാജ്. മന്ത്രിമാരിൽ മിക്കവരും നാളെ തന്നെ ചുമതല ഏറ്റെടുക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.